ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും അതിനെ തുടർന്നുള്ള വേദഭാഗങ്ങൾ പഠിക്കുകയും തങ്ങളുടെ ജീവിതത്തെ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലാണ് ഇന്ന് എല്ലാ ക്രിസ്ത്യാനികളും ഏർപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ പഠിക്കുന്നതിന് വേണ്ടി അത് ആരംഭിച്ച ദിവസം നാം ഓർക്കണം. ഏകദേശം ഉയർപ്പിൻ ഞായറാഴ്ച തുടങ്ങുന്നതിന് 46 ദിവസത്തിന് മുമ്പാണ് ആഷ് വെനസ്ഡേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ആഷ് വെനസ്ഡേക്ക് മറ്റൊരു പേരുകൊണ്ട് കരിക്കുറി ദിനം എന്നും ഇതിനെ വിളിച്ചു വരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലുള്ള ഇതര സഭാവിഭാഗങ്ങൾ ഈ കരിക്കുറിയെ അത് ആചരിക്കുകയും ചെയ്യുന്നു. കുരുത്തോല പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം ആ പെരുന്നാളിൻ്റെ കുരുത്തോല കൊണ്ട് അതിനെ കരിച്ച് അതിനെ ഭസ്മമാക്കി അതിൻ്റെ കരി കൊണ്ട് കുരിശ് നെറ്റിയിൽ വരച്ച് അത് ഓർമ്മയ്ക്കായി ആചരിക്കുന്നു. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ ആചാരപ്രകാരം അത് ഒരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പശ്ചാത്തപിക്കേണ്ടത് ആവശ്യകത എന്തെന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി ഈ കരിക്കുറി ദിനം ആചരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു താൻ കഷ്ടത അനുഭവിച്ച സമയങ്ങളിലെല്ലാം ക്രൂശിന്മേൽ തന്നെ ക്രൂശിക്കുന്നതിന് തൊട്ടു മുമ്പായുള്ള ദിവസങ്ങളിൽ അനുഭവിച്ചതായ കഷ്ടതകൾ വളരെയധികം മനുഷ്യരാശിയെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്. നാം എല്ലാവരും പഠിച്ചിരിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. തൻ്റെ ക്രൂശ് മരണം കൊണ്ട് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്നതായിട്ട് ദൈവജനം കൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ക്രിസ്തു ഭൂമിയിൽ നടന്ന് അന്നത്തെ സമൂഹത്തിൽ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും അന്നത്തെ ജനങ്ങളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ അനാചാരങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിന് ഓരോ സന്ദർഭങ്ങളും ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലത്തെ ഒരു സന്ദർഭമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത്. അത് പ്രത്യേകിച്ച് ആ വാക്യം പറയുന്നത് ഇങ്ങനെ: നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ എന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരോട് ക്ഷമിക്കുവാൻ വേണ്ടി ഉള്ള കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ ഇടപാടുകളിലും ദിനചര്യങ്ങളിലും പലപ്പോഴും അക്ഷമതയുടെ ഒരു അവസരം ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മൾ ആരോടും ക്ഷമിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അർത്ഥമില്ല എന്നാണ്. ദൈവത്തോടും നാം ക്ഷമയുള്ളവരായിരിക്കണം. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്കും നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ കഴിയണം എന്നാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോട് വല്ലതും ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് അനേക വൈരാഗ്യങ്ങൾ, അസംതൃപ്തി, അതുപോലെ തന്നെ സ്നേഹമില്ലായ്മ, വൈരാഗ്യം, ഇഷ്ടമില്ലായ്മ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടെ പല സന്ദർഭങ്ങളിൽ ഈ സാഹചര്യങ്ങൾ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇത് കടന്നു വരുമ്പോഴെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സഹോദരനോട് നമ്മൾ ക്ഷമിക്കണം, നമ്മുടെ അയൽവാസികളോട് നമ്മൾ ക്ഷമിക്കണം, നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ ക്ഷമിക്കണം, നമ്മോട് വൈരാഗ്യം കാണിക്കുന്ന എല്ലാവരോടും നമുക്ക് ക്ഷമ ഉണ്ടാകണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ തമ്മിൽ ക്ഷമിക്കാതെ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെ തെറ്റാണ്, ദൈവഹിതമല്ല എന്ന് അതിനെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ ക്ഷമിക്കാൻ വേണ്ടി നാം ശീലിക്കണം. നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകുന്നത്. നമ്മുടെ വൈകാരിക പക്വത സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. നമ്മുടെ സന്തോഷം, നമ്മുടെ ദേഷ്യം, നമ്മുടെ ക്രോധം, ഇതെല്ലാം നമ്മൾ
നിയന്ത്രിക്കുവാനുള്ള നമ്മുടെ കഴിവാണ് നമുക്ക് ക്ഷമിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. ക്ഷമാപണം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കുക, മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക എന്നുള്ളതാണ് വൈകാരിക പക്വത നമ്മളെ സൂചിപ്പിക്കുന്നത്. ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് ക്ഷമിക്കുവാനുള്ള ഒരു കഴിവ്, ക്ഷമിക്കുവാനുള്ള ഒരു മനോഭാവം നാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളെ ഇത് ബോധ്യപ്പെടുത്തുന്നു. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും.